മുസ്ലിം പള്ളിയുണ്ട്, ക്രിസ്ത്യൻ പള്ളിയില്ലേ, ഇവിടെ എല്ലാം ഒത്തൊരുമിച്ച് പോകുന്ന ആൾക്കാരാണ്. ഇവിടെ വർഗീയത വില പോകില്ല, ഒരാൾക്കും താല്പര്യമില്ല. വളരെ സമാധാനമായിട്ട് പോകണം ഇപ്പൊ നമ്മള്. എന്തിനാ അത് വലിച്ചെടുത്ത്? കുറച്ച് വിഷം കലക്കാൻ നോക്കി. അതെ അതെ, അതാണ് അതിന്റെ ഏറ്റവും വലിയ ശരി. അത് കലക്കിയിട്ട് ഒരു 10 വോട്ട് പിടിക്കാന്നുള്ളത് മാത്രമല്ല, അത് എല്ലാവർക്കും ഏൽക്കില്ല. അത് ചാവക്കാട്ടുകാർ പറയുന്ന, ഗുരുവായൂർ പറയുന്ന അത് ഇവിടെ നടക്കില്ല. നടക്കില്ല, അത് നടക്കില്ല, അതിവിടെ ഏൽക്കില്ല. എല്ലാം വളരെ സൗഹാർദ്ദമായിട്ട് പോകുന്ന ആൾക്കാരല്ലേ. നമ്മളെ വിഷം കളിക്കാൻ പറ്റില്ലല്ലോ. മതേതര സ്ഥാനാർത്ഥിക്കല്ലേ മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന ജനവിഭാഗങ്ങളാണ്. മതേതരത്വത്തിന് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ഹിന്ദുക്കളായാലും വോട്ട് ചെയ്യുന്നത്. പിന്നെ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ഈ ഗോപാലകൃഷ്ണൻ വന്നിട്ട് ഈ ഹിന്ദുത്വ കാർഡ് ഇളക്കി വിട്ടതാണ്. ഉത്തരേന്ത്യയിലേ നടക്കുള്ളൂ. അങ്ങനെ വിഭജനം നടത്തി വോട്ട് നേടി ഹിന്ദു MLA ഉണ്ടാക്കാൻ കേരളം പോലുള്ള ഒരു സംസ്ഥാനങ്ങൾക്ക് സാധ്യമല്ല. ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനോ നോക്കിയല്ല, അവനോട് രാഷ്ട്രീയം നോക്കിയാണ് ഇവിടെ കാര്യങ്ങൾ പറയുന്നത്. അതെ, കാര്യങ്ങള് പറയുന്നത് മാത്രല്ല, വോട്ട് ചെയ്യുന്നത് രാഷ്ട്രീയം മനസ്സിലാക്കിയിട്ട് തന്നെയാണ്. മതം അന്വേഷിച്ചിട്ടല്ല, മതം തീരെ അന്വേഷിച്ചിട്ടല്ല വോട്ട് ചെയ്യുന്നത്, രാഷ്ട്രീയം നോക്കി തന്നെയാണ്. അത് വ്യക്തമായ ധാരണയോട് കൂടിയിട്ട് തന്നെയാണ് മലയാളികളായ വോട്ടർമാർ വോട്ട് ചെയ്യുന്നത്.